ടി.എം. ശശി ദിവസവും വാളയാർ ചർച്ച ചെയ്തിരുന്നൊരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇന്നിപ്പോൾ സംസ്ഥാന പോലീസ് അന്വേഷണത്തെ എതിർത്ത് CBI വരണമെന്ന് കുടുംബത്തെ മുന്നിൽ നിർത്തി സമരം നടത്തിയ പ്രതിപക്ഷത്തെയും മുഖ്യധാരാ മാധ്യമങ്ങളെയും ഒക്കെ ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് CBIയുടെ കുറ്റപത്രം ചർച്ചയാകുന്നത്. ഈ ഒരവസ്ഥയിൽ എന്താണ് CPM പറയുന്നത്? CPIM ഈ വിഷയത്തിൽ സംഭവം നടന്ന 2018 മുതൽ പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ: സത്യം പുറത്തു വരണം, കുറ്റക്കാർ മുഴുവൻ ശിക്ഷിക്കപ്പെടണം. അന്ന് മുതൽ ഇന്ന് വരെ CPIM എന്ന നിലയിലാണെങ്കിലും സർക്കാർ എന്ന നിലയിലാണെങ്കിലും എടുത്ത നിലപാടുകളെല്ലാം കൃത്യമായിരുന്നു. ആദ്യഘട്ടത്തിൽ പോലീസ് എന്ന നിലയിൽ അവിടുത്തെ വാളയാർ SIക്ക് പറ്റിയ ഒരു പാളിച്ചയ്ക്ക് അല്ലെങ്കിൽ അശ്രദ്ധയ്ക്ക് കടുത്ത നടപടിയെടുക്കാൻ സർക്കാർ ഒരു മടിയും കാണിച്ചില്ല. പ്രോസിക്യൂഷൻ അലംഭാവത്തിൽ കോടതി ആദ്യം ജാമ്യവും ശിക്ഷയും ഒഴിവായപ്പോൾ അവർക്കെതിരെ ജഡ്ജിയെ വെച്ച് അന്വേഷിപ്പിക്കാൻ ഒരു മടിയും കാണിച്ചില്ല. ഇത് പുനർവിചാരണ പോരാ, ഇത് പുനരന്വേഷണം തന്നെ നടക്കണം. യഥാർത്ഥ കുറ്റക്കാർ മുഴുവൻ പുറത്തു വരണമെന്ന ലക്ഷ്യത്തോടുകൂടി പുനർവിചാരണയ്ക്ക് വേണ്ട എല്ലാ ഏർപ്പാടുകളും സർക്കാർ കൃത്യമായി നടപ്പിലാക്കി. CBI അന്വേഷണമെന്ന് ഇപ്പോൾ CBI പ്രതി ചേർത്ത കുട്ടികളുടെ അമ്മയും കൂട്ടത്തിൽ ഞാൻ ഒന്നുകൂടി തിരുത്തുകയാണ്, നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുട്ടിയുടെ മാതാപിതാക്കൾ എന്നാണ്. ഞാൻ അവിടെ തിരുത്തുകയാണ്. കാരണം ആദ്യം ലാല് സൂചിപ്പിച്ചു, കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും നിങ്ങളൊഴികെ, കൈരളി ചാനൽ ഒഴികെ മറ്റെല്ലാ മാധ്യമങ്ങളും CPIMനെ സർക്കാരിനെ മോശമാക്കാൻ വേണ്ടി, പൊതിപ്പട്ടിയിൽ വെക്കാൻ വേണ്ടി, സർക്കാരിനെതിരെ മോശം ആരോപണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ കേസ് ഇത്രയും കാലം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ ഒരു നിലയിലും അത് അച്ഛനല്ല, രണ്ടാനച്ഛൻ പോലുമല്ല, അമ്മയുടെ കൂടെ താമസിക്കുന്നയാൾ, അങ്ങനെയുള്ളൂ. കാരണം ഞങ്ങൾക്കിപ്പോൾ ഈ നാട്ടിലുള്ളവർക്കെല്ലാം ഞങ്ങൾക്ക് നല്ല വ്യക്തതയുണ്ട്. ഇപ്പൊ പോലും അവിടെ നടന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ ഇങ്ങനെ ഈ ചാനലിൽ ഇരുന്ന് ഇങ്ങനെ പറയുന്നതിന് എനിക്ക് ചില പരിമിതികളുണ്ട്. സംഭവം നടന്ന രണ്ടാമത്തെ കുട്ടി മരിച്ച 3-ാമത്തെ ദിവസം ആ വീട്ടിൽ പോയ ആളാണ് ഞാൻ. 3-ാമത്തെ ദിവസം അന്ന് ഞാൻ DYFIയുടെ ജില്ലാ പ്രസിഡന്റാണ്. അവിടുത്തെ DYFI ഭാരവാഹികളും ഇതിൽ ഒരു കാര്യമില്ലാതെ ഒരുപാട് ആരോപണം കേട്ട അന്നത്തെ DYFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം നിതിൻ കണിച്ചേരി ഉൾപ്പെടെ ഞങ്ങള് കുറെ ആളുകൾ അന്ന് വീട്ടിൽ പോയതാണ്. ഒരു നിലയിലും അന്ന് നാട്ടുകാരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പൊ CBI പറയുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നത് പറയുന്നില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട വിഷയം, ഈ കാര്യത്തിൽ ഇന്ന് വരെ കേരളത്തോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞ് ചുരുക്കുന്നില്ല. ഈ കേരളത്തോട്, ആ കുട്ടികളോട് ചെയ്ത കൊടും പാതകമാണ് കേരളത്തിലെ ഈ മുഖ്യധാരാ കൈരളി ഒഴികെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങളും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി, പലതും എന്താ പറയാ മാർക്സിസ്റ്റ് വിരുദ്ധര് എന്ന് പറയുന്ന ഒരുപറ്റം ആളുകൾ, CR നീലകണ്ഠൻ, MN കാരശ്ശേരി, അഡ്വക്കേറ്റ് ജയശങ്കർ തുടങ്ങി ഇനി ആരൊക്കെ വേണം, അവര് മുഴുവൻ യഥാർത്ഥ സത്യം പുറത്തു ഇരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തിയത്. ഈ പൊതുസമൂഹത്തോട്, കേരളത്തോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞ് ചുരുക്കുന്നില്ല. ഈ കൊടും പാതകം, ആ 2 കുട്ടികളുടെ യഥാർത്ഥ വിഷയങ്ങൾ ഈ കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ചയാകാതിരിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം CPIMനെതിരെ, സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ, മുഖ്യമന്ത്രിക്കെതിരെ മത്സരം കൊണ്ടെത്തിക്കാൻ, MP രാജേഷ് മത്സരിക്കുന്ന തൃത്താലയിലേക്ക് ഈ കുട്ടികളുടെ അമ്മയെയും കൊണ്ടുപോയി നിന്ന് പ്രചരിപ്പിക്കാൻ, 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ പാലക്കാട് ജില്ലയിൽ മുഴുവൻ നടത്തി പ്രചരിപ്പിക്കാൻ തുടങ്ങി. CPIMനെതിരെയും സർക്കാരിനെതിരെയും അടിക്കാൻ വേണ്ടി ഒരു കാര്യമില്ലാതെ കൊണ്ടുവന്ന സാധനം യഥാർത്ഥ സത്യം പുറത്തു വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിലൊരു കാര്യം. നമുക്ക് ആശ്വസിക്കാനൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ എന്താണ് സത്യമെന്ന് പാലക്കാട് ജില്ലയിലുള്ള പരിസരത്തുള്ള എല്ലാ ആളുകൾക്കും അറിയാം. അതുകൊണ്ടാണ് ഈ പറഞ്ഞ അമ്മയെയും കൂടെ താമസിക്കുന്ന ആളെയും പ്രതി ചേർത്തിയിട്ട് ഒരാൾ പോലും അതിനൊരു പ്രതികരിക്കാൻ കണ്ടില്ല. അവിടെ നാട്ടിൽ ആരെങ്കിലും പ്രതികരിച്ചില്ല. സമരസമിതി അവിടെ ആഹ്ലാദ പ്രകടനം നടത്തുന്നത് അതിനകത്ത് ഇത് മുഴുവൻ എല്ലാവർക്കും അറിയാം. ഇതറിഞ്ഞിട്ടും അനാവശ്യമായി സർക്കാരിനെതിരെ, CPIMനെതിരെ തിരിച്ചുവിടാൻ ഒരുപറ്റം മാധ്യമങ്ങളും ഇവർ ചെയ്തപ്പോ ഈ കേരളം ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളം യഥാർത്ഥ വിഷയം മാറിപ്പോയി എന്നുള്ളതാണ്. നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതേ വിഷയം, ഇതേ പ്രശ്നം ഈ അമ്മയെയും കൂടെ താമസിക്കുന്ന ആളെയും അന്ന് പ്രതിയാക്കി കേരള പോലീസാണ് പ്രതിയാക്കിയെന്ന് വിചാരിക്കുക. എന്തൊക്കെയായിരിക്കും ഈ കേരളത്തിലെ ഈ വലതുപക്ഷ മാധ്യമങ്ങളും അതുപോലെ തന്നെ MN കാരശ്ശേരിയും അതുപോലെ പിന്നെ CR നീലകണ്ഠനൊക്കെ പറയാ.
പിണറായിക്കെതിരെ മത്സരിച്ചപ്പോ അല്ലെങ്കിൽ CPM-നെതിരെ നിന്നപ്പോ കൽപ്പിച്ചു കൂട്ടി പ്രതിയാക്കി ദേഷ്യം തീർക്കുന്നു അല്ലെങ്കിൽ വൈരാഗ്യം തീർക്കുന്നു ശരിയായിരിക്കില്ലേ? അപ്പൊ ഈ നിലയിൽ എത്രയൊക്കെ CPIM ആണ് ശരി, സർക്കാരാണ് ശരി, അതെന്തൊക്കെ വന്നാലും സത്യസന്ധമായി കാര്യങ്ങൾ എടുത്തു പോവാൻ, സത്യമായി കാര്യങ്ങൾ പറയാൻ, കൃത്യമായി പ്രതികൾക്കെതിരെ കാര്യങ്ങൾ നിലപാടെടുക്കാൻ, പ്രതികളെ ശിക്ഷിക്കാൻ ആവശ്യമായതെല്ലാം പിണറായി പറഞ്ഞ ഞാൻ ഇന്നും ഓർക്കുകയാണ്. യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായതെല്ലാം ചെയ്യും എന്നാണ് പിണറായി അന്ന് പറഞ്ഞത്. അത് അക്ഷരംപതി ശരിയായിരിക്കുന്നു. യഥാർത്ഥ പ്രതികളെ മുഴുവൻ അതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. കൂട്ടത്തിൽ ഒന്നുകൂടി പറഞ്ഞത്, സത്യത്തിൽ കുറെ കൂടി മുമ്പ് വളരെ നന്നായി വരുമായിരുന്നു, കുറെ കൂടി മുമ്പ് ശിക്ഷിക്കാൻ ആവശ്യമായ എന്തെങ്കിലും ഒരു ഇടപെടൽ, അതായത് ഈ എൻ്റെ മകളെ അല്ലെങ്കിൽ എൻ്റെ മക്കളെ ഈ നിലയിലാക്കിയവരെ ശിക്ഷിക്കണമെന്ന് ഒരു ചെറിയ തരുമ്പ് പോലും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കേസ് പണ്ടേ ഈ നിലയിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ പോവാത്തതിന്റെ പ്രശ്നം അവരാണ്. അത് ഏറ്റവും പ്രധാനമായി അവർ, ഞാനിപ്പോൾ ബാക്കി കാര്യങ്ങൾ പറയുന്നില്ല. ആ അമ്മയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയും കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളും മാർക്സിസ്റ്റ് വിരുദ്ധരെല്ലാവരും കൂടി ചെയ്ത ഈ കേരളത്തോട് കൊടുത്ത കൊടും പാതകത്തിനുള്ള അടിയാണ് കിട്ടിയത്. ആ അടിയാണ് കിട്ടിയത്. അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഒരു പൊതുബോധമുണ്ട്. തെറ്റായ കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാധ്യമങ്ങളും ഒരുപറ്റം ആളുകളും കൂടി ചേർന്നുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, യഥാർത്ഥ സത്യങ്ങൾ അടിയിൽ വയ്ക്കുക എന്ന രീതിയിലേക്ക് മാറുന്ന കുറെ കാലമായി കേരളത്തിലെ ഒരു ചിത്രം ഇതാണ്. ആ ചിത്രം ഈ വാളയാർ കേസിനോടുകൂടി കേരളത്തിലെ പൊതുസമൂഹത്തിന് നഗ്നമായി തെളിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ കേരളത്തിലെ ഈ വാളയാർ കേസോടുകൂടി പുറത്തു വന്നത്. ഒറ്റ കാര്യം ഞാൻ തെളിവ്, ഒറ്റ കാര്യം കൂടി പറയാം. കേരളത്തിന്റെ മാധ്യമങ്ങളുടെ സ്ഥിതി നിങ്ങൾ നോക്ക്. 10 ദിവസം മുമ്പ് ഈ പെരിയ കേസുമായി ബന്ധപ്പെട്ട് CPIM-ന്റെ പ്രവർത്തകരായിരുന്നവർ പ്രതികളായി എന്ന് പറഞ്ഞ് ഒരാഴ്ച 10 ദിവസത്തോളം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ചാനൽ ചർച്ച, എല്ലാ വൈകുന്നേരം ചാനൽ ചർച്ചയായിരുന്നു. മനോരമയും മാതൃഭൂമി പത്രങ്ങൾ സപ്ലിമെന്റ് ഇറക്കി. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 2 ദിവസമായി അശോകൻ കൊലപ്പെട്ട കേസിൽ 8 BJP-ക്കാർ കുറ്റക്കാരാണ് ഇന്ന് കോടതി കണ്ടു. ദേശാമനി അത് ഒരു പത്രത്തിൽ വാർത്തയില്ല. 4 ദിവസം ഇതേപോലെ റിജിത്തിനെ കൊന്നതിന്റെ പേരിൽ 9 RSS പ്രതി അവരെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. ഏതെങ്കിലും മാധ്യമങ്ങൾ എടുത്തോ? അപ്പൊ CPM-നെതിരെ വരുന്നത്, സർക്കാരിനെതിരെ വരുന്നത് പർവ്വതീകരിക്കുക, എന്നാൽ അവർക്കെതിരെ വരുന്ന വാർത്തകളെ പർവ്വതീകരിച്ച് പ്രശ്നമാക്കുക. എന്നാൽ CPM-കാരെ കൊലപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ CPM-കാരെ ഇല്ലാതാക്കുമ്പോൾ അത്തരം കാര്യങ്ങളെ ഇല്ലാതാക്കുക എന്ന പൊതു ചിന്തയാണ് വരുന്നത്. അത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വാളയാർ കേസ് എന്നാണ് എനിക്ക് ആദ്യം ഞാൻ തിരിച്ചു വരാം.